എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നവാംശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉള്ളതിനാൽ പറഞ്ഞ പല കാര്യങ്ങളും ക്ലിയർ ആയില്ല എന്ന് പലരും പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ വീഡിയോയിൽ നവാംശത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറയാം എന്ന് കരുതി. കാരണം വർഗചക്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള, നമ്മൾ പലയിടത്തും കേൾക്കുന്ന ഒന്നാണ് നവാംശം അല്ലെങ്കിൽ നവാംശ ചക്രം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നവാംശം ഗ്രഹനിലയിൽ നിന്നും ഡിറൈവ് ചെയ്ത് എടുക്കുന്നത് എന്ന് നമ്മൾക്ക് ഉദാഹരണ സഹിതം ചെയ്തിട്ട് ഈ വീഡിയോയിൽ പഠിക്കാം. നമ്മൾ നവാംശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞ കാര്യം അത് 9th ഡിവിഷനാണ്. അതായത് ഒരു രാശിയെ 9 ആയിട്ട് വിഭജിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഒരു നവാംശം. അപ്പോൾ 30 ഡിഗ്രിയുള്ള ഒരു രാശിയെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ഡിഗ്രി 20 മിനിറ്റ് വീതമുള്ള 9 അംശങ്ങൾ ലഭിക്കുന്നു. അത് അളവിനനുസരിച്ച് നമ്മൾ 9 അംശങ്ങളായിട്ട് നമ്പർ കൊടുക്കാം. ആദ്യത്തെ 3 ഡിഗ്രി 20 മിനിറ്റ്, അതായത് 0 മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെയുള്ള ഭാഗം ഒന്നാമത്തെ അംശമായിട്ടും, 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് വരെ രണ്ടാമത്തെ അംശമായിട്ടും, 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 10 ഡിഗ്രി വരെ മൂന്നാമത്തെ അംശമായിട്ടും, 10 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ നാലാമത്തെ അംശമായിട്ടും, 13 ഡിഗ്രി 20 മുതൽ 16 ഡിഗ്രി 40 വരെ അഞ്ചാമത്തെ അംശമായിട്ടും, 16 ഡിഗ്രി 40 മുതൽ 20 ഡിഗ്രി വരെ ആറാമത്തെ അംശമായിട്ടും, 20 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ ഏഴാമത്തെ അംശമായിട്ടും, 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ എട്ടാമത്തെ അംശമായിട്ടും, 26 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ ഒമ്പതാമത്തെ അംശമായിട്ടും കരുതാം. അതായത് ഒരു അംശം എന്ന് പറയുന്നത് 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അത് ആദ്യത്തെ 10 ഡിഗ്രിയിൽ 3 അംശം, പിന്നത്തെ 10 ഡിഗ്രിയിൽ 3 അംശങ്ങൾ, പിന്നത്തെ 10 ഡിഗ്രിയിൽ അവസാനത്തെ 3 അംശങ്ങൾ. അങ്ങനെ 9 അംശങ്ങളാണ്, നവാംശങ്ങളാണ് ഒരു രാശിയിലുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നവാംശം എഴുതുന്നതിന് മുന്നേ ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ബിന്ദു, ലഗ്നമോ അല്ലെങ്കിൽ ഗുളികനോ ആവാം, ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അത് എത്രാമത്തെ ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നോക്കാം. അത് ഏത് അംശത്തിലാണ് വരുന്നത് എന്ന് നോക്കണം. ഉദാഹരണത്തിന് 15 ഡിഗ്രിയിൽ ഒരു ഗ്രഹം സ്ഥിതി ചെയ്താൽ അത് അഞ്ചാമത്തെ അംശമായിരിക്കും. കാരണം 10 ഡിഗ്രി വരെ 3 അംശം കഴിഞ്ഞു, 13 ഡിഗ്രി 20 മിനിറ്റ് വരെ നാലാമത്തെ അംശവും, 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ അഞ്ചാമത്തെ അംശവുമാണ്. അപ്പോൾ 15 ഡിഗ്രിയിൽ ഒരു ഗ്രഹം സ്ഥിതി ചെയ്താൽ അത് ആ രാശിയുടെ അഞ്ചാമത്തെ അംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 25 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് 20 ഡിഗ്രി വരെ 6 അംശം കഴിഞ്ഞു, 23 ഡിഗ്രി 20 മിനിറ്റ് ആകുമ്പോഴേക്ക് 7 അംശം കഴിഞ്ഞു. അപ്പോൾ 25 ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹം എട്ടാമത്തെ നവാംശത്തിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഗ്രഹം അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് ഏത് അംശത്തിലാണ്, എത്രാമത്തെ അംശത്തിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 5ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ 1ാമത്തെ 2ാമത്തെ അംശങ്ങളിലായിരിക്കുമല്ലോ ഗ്രഹങ്ങളോ ബിന്ദുക്കളൊക്കെ നിൽക്കുക. ഇനി നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രാശിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപേ പറഞ്ഞ വീഡിയോ ഉണ്ട്, അത് ഒന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരിക. ചരരാശികൾ, സ്ഥിരരാശികൾ, ഉഭയരാശികൾ എന്നീ 3 തരത്തിലുള്ള രാശികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരരാശിയിൽ നമ്മൾ നവാംശം കാണുന്ന രീതിയും സ്ഥിരരാശിയിലും ഉഭയരാശിയിലും അത് ക്രമമായി വിതരണം ചെയ്യുന്ന രീതിയും വ്യത്യാസമുണ്ട്. ഒരു രാശി അത് ചരരാശിയിലാണ് ആ ഗ്രഹം നിൽക്കുന്നത് എങ്കിൽ നവാംശത്തിൽ ആ രാശി തുടങ്ങിയിട്ട് എണ്ണിയിട്ടാണ് ഗ്രഹത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന് പറയാം. ഉദാഹരണത്തിന് മേടം എന്നത് ഒരു ചരരാശിയാണ് എന്ന് നമ്മൾക്കറിയാം. മേടം, കർക്കിടകം, തുലാം, മകരം, ഈ 4 രാശികളാണ് ചരരാശികൾ. ഈ 4 രാശികളിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അതിൻ്റെ നവാംശകം എണ്ണാൻ ആരംഭിക്കേണ്ടത് അതേ രാശിയിൽ നിന്ന് തന്നെയാണ്. അതായത് മേടൻ രാശിയിൽ 15 ഡിഗ്രിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ അത് 5ാമത്തെ അംശത്തിലാണ് എന്ന് നമ്മൾക്കറിയാം. അത് നവാംശകത്തിൽ എവിടെയായിട്ട് എഴുതണം? മേടം രാശി മുതൽ എണ്ണിത്തുടങ്ങി 5ാമത്തെ രാശി വരുന്ന ചിങ്ങം രാശിയിലായിരിക്കണം അത് അടയാളപ്പെടുത്തേണ്ടത്. ഇത് കർക്കിടക രാശിയിൽ 22 ഡിഗ്രിയിലാണെങ്കിൽ 22 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾക്ക് 7ാമത്തെ അംശമാണ് എന്നറിയാം. കർക്കിടക രാശിയിൽ നിന്ന് എണ്ണി തുടങ്ങി 7ാമത്തെ രാശിയായിട്ടുള്ള മകരത്തിലാണ് അതിൻ്റെ അംശകം എഴുതേണ്ടത്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അത് ചരരാശിയാണെങ്കിൽ കർക്കിടകം, തുലാം,
മകരം, മേടം ഈ 4 രാശികളിലാണ് ഗ്രഹം നിൽക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രാമത്തെ അംശകത്തിൽ നിന്ന് നിൽക്കുന്നു എന്ന് നോക്കണം. ആ സംഖ്യ എത്രാമത്തെ ആണോ അംശകം ആ സംഖ്യ നമ്മൾ മനസ്സിൽ വെക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ രാശി മുതൽക്ക് തന്നെ എണ്ണാൻ തുടങ്ങി ആ സംഖ്യ കിട്ടുന്ന രാശിയിൽ പോയിട്ട് ആ ഗ്രഹം അല്ലെങ്കിൽ ആ ബിന്ദുവിനെ നമ്മൾ അടയാളപ്പെടുത്തണം. ഉദാഹരണത്തിന് സൂര്യൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, സൂര്യൻ മേടം രാശിയിൽ 15 ഡിഗ്രി നിന്ന് കഴിഞ്ഞാൽ 5ാമത്തെ അംശമാണല്ലോ, അത് മേടം തുടങ്ങി എണ്ണി 5ാമത്തെ അംശമായിട്ടുള്ള ചിങ്ങത്തിൽ വരും. ചിങ്ങത്തിലാണ് നവാംശം ചക്രം വരയ്ക്കുമ്പോൾ അവിടെ എഴുതേണ്ടത് എന്ന് സാരം. ഇനി സ്ഥിരരാശിയിലാണെങ്കിൽ 9ാമത്തെ രാശി തൊട്ട് എണ്ണണം. ചരരാശിയിൽ നിന്നാണെങ്കിൽ അതേ രാശി തൊട്ടാണ് എണ്ണേണ്ടത്. സ്ഥിരരാശിയിലാണെങ്കിൽ ഒരു ചെറിയ മാറ്റമാണ്, 9ാമത്തെ രാശി തൊട്ട് എണ്ണണം. ഉദാഹരണത്തിന് ഇടവം രാശിയിൽ 5ാമത്തെ അംശകത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക. അത് നമ്മൾ എവിടെ അടയാളപ്പെടുത്തണം, എങ്ങനെ തുടങ്ങണം? 9ാമത്തെ രാശിയായ മകരം തൊട്ടിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഇടവം രാശിയുടെ ആദ്യ അംശകം എവിടെ വരും? മകരത്തിലാണ് വരിക. അപ്പം മകരം, കുംഭം, മീനം, മേടം 5ാമത്തെ അംശകം ഇടവത്തിൽ തന്നെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അംശകം ഇടവത്തിലായിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ഇത് സ്ഥിരരാശികൾക്കെല്ലാം ബാധകമാണ്. ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഈ രാശികളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രാമത്തെ അംശകമാണ് എന്ന് നോക്കുക. ആ അംശകത്തിൻ്റെ എണ്ണം നമ്മൾ അതിൻ്റെ 9ാം രാശി തൊട്ട് തുടങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ, മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ഉഭയരാശിയാണ് എടുക്കുന്നതെങ്കിൽ 9ന് പകരം 5ാമത്തെ രാശി തൊട്ടിട്ടാണ് തുടങ്ങേണ്ടത്. ഉദാഹരണത്തിന് മിഥുനം രാശിയിൽ 5ാമത്തെ അംശകത്തിൽ ഒരു ഗ്രഹം നിന്നാൽ 15 ഡിഗ്രിയിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അത് എണ്ണാൻ? അതിൻ്റെ 5ാമത്തെ രാശിയായിട്ടുള്ള തുലാം രാശി തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എണ്ണാൻ തുടങ്ങണം. അത് ഉഭയരാശിയായിട്ടുള്ള മിഥുനം, കന്നി, ധനു, മീനം ഈ 4 രാശികൾക്കും ബാധകമാണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്തെന്നാൽ, ആദ്യം നമ്മൾ ഒരു ഗ്രഹം അത് ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നത് എന്നനുസരിച്ച് അത് ആ രാശിയുടെ എത്രാമത്തെ അംശകത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രാശിയുടെ എത്രാമത്തെ അംശകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംഖ്യയെ നമ്മൾ ഓർത്തു വെക്കണം. ഇനി അത് ചരരാശിയാണെങ്കിൽ അത് ആ സംഖ്യ ആ രാശി തൊട്ട് എണ്ണിയിട്ട് ഏത് രാശിയിൽ അവസാനിക്കുന്നോ ആ രാശിയിൽ ആ ഗ്രഹത്തെ, ആ ബിന്ദുവിനെ അടയാളപ്പെടുത്തുക. സ്ഥിരരാശിയിലാണെങ്കിൽ അതിൻ്റെ 9ാം രാശി തുടങ്ങി എത്രാമത്തെ രാശി വരുന്നോ അവിടെ അടയാളപ്പെടുത്തുക. ഉഭയരാശിയാണ് വരുന്നതെങ്കിൽ 5ാമത്തെ രാശി തൊട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എണ്ണാൻ തുടങ്ങേണ്ടത്. ഈ ഒരു വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത്. ചരസ്ഥിര ഉഭയരാശികൾ അവർക്ക് 3 പേർക്കും വ്യത്യസ്തമായ രീതിയിലാണ് ആരംഭം, അംശകത്തിൻ്റെ ആരംഭം കാണിക്കുന്നത്. ഇതൊരു ഉദാഹരണം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾക്ക് ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. സ്ക്രീനിലേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഒരു ജാതകം വെച്ചിട്ടാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വലതുഭാഗത്തായിട്ട് നമ്മൾക്ക് സ്ഫുടങ്ങൾ കാണാം, ഗ്രഹത്തിൻ്റെ സ്ഫുടങ്ങൾ. ഇടതുഭാഗത്തായിട്ട് ഒരു ഗ്രഹനിലയും അതിൻ്റെ അടിയിലായിട്ട് നവാംശകവും കാണും. ആ സ്ഫുടം വെച്ചിട്ടാണ് നമ്മളവിടെ നവാംശത്തെ ഡിറൈവ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും സ്ക്രീനിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾക്കൊരു ഗ്രഹനില എടുക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും രാശിയും അതിൻ്റെ താഴെയായിട്ട് നവാംശവും. ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഓരോരോ ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കതിൽ ഓരോന്നും പരിശോധിക്കാം. ഈ ജാതകൻ്റെ ലഗ്നം എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചികൻ രാശിയിൽ 3 ഡിഗ്രി 28 മിനിറ്റാണ് കടന്നു ചെന്നിട്ടുള്ളത് എന്ന് പറയാം. അതായത് 3 ഡിഗ്രി 20 മിനിറ്റ് കഴിഞ്ഞു. ആദ്യത്തെ അംശകം കഴിഞ്ഞു. വൃശ്ചികൻ രാശിയുടെ 2ാമത്തെ അംശകത്തിലാണ് നിൽക്കുന്നത്. നമ്മൾക്കറിയാം വൃശ്ചികൻ രാശി ഒരു സ്ഥിരരാശിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ഥിരരാശി ആയതിനാൽ അതിൻ്റെ 9ാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലാണ് ആദ്യത്തെ അംശകം വരിക. ഇത് 2ാമത്തെ അംശകത്തിലായതുകൊണ്ട് അതിൻ്റെ 2ാമത്തെ രാശിയായിട്ടുള്ള ചിങ്ങത്തിലാണ് ലഗ്നം അംശിക്കുക എന്ന് പറയുക. അപ്പോൾ ഇവിടെ നവാംശത്തിൽ നോക്കിയാൽ അറിയാം അവിടെ ലഗ്നം മാർക്ക് ചെയ്തിരിക്കുന്നത് AS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ചിങ്ങത്തിലാണ്. ഇനി അടുത്തത് സൂര്യൻ. സൂര്യൻ ഇവിടെ 8 ഡിഗ്രി 39 മിനിറ്റിലാണ് ധനുരാശിയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. 8 SG, 8 എന്ന് പറയുന്നത് ഡിഗ്രിയാണ്, SG എന്ന് പറയുന്നത് സെജിറ്ററസ് എന്നതിൻ്റെ ഇംഗ്ലീഷ് പേരാണ്. 39 മിനിറ്റ് 3ാമത്തെ അംശകത്തിലാണ് നമ്മൾക്കറിയാം. കാരണം 6 ഡിഗ്രി 40 മിനിറ്റിനും 10 ഡിഗ്രിക്ക് ഇടയിലാണ്. അപ്പോൾ ധനുരാശിയിൽ 3ാമത്തെ അംശത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. നമുക്കറിയാം ധനുരാശി ഉഭയരാശിയാണ്.
ഉഭയരാശിക്ക് അതിൻ്റെ 5ാമത്തെ രാശി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ധനുരാശിയുടെ ആദ്യത്തെ അംശകം എവിടെ വരും? മേടത്തിൽ വരും. 2ാമത്തെ അംശകം ഇടവത്തിൽ വരും. 3ാമത്തെ അംശകം എവിടെ വന്നു? മിഥുനത്തിൽ വന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, സൂര്യൻ അവിടെ മിഥുനത്തിൽ എഴുതിയിട്ട് സൺ SU എന്ന് എഴുതിയിട്ട് കാണും. ഇനി മൂൺ, ചന്ദ്രൻ 17 ഡിഗ്രിയാണ് നിൽക്കുന്നത് മിഥുനം രാശിയിൽ. മിഥുനം രാശി ഉഭയരാശിയാണ്. അതിൽ 17 ഡിഗ്രി എന്ന് പറയുമ്പോൾ 6ാമത്തെ അംശകമാണ്. ഉഭയരാശി ആയതിനാൽ അതിൻ്റെ 5ാമത്തെ രാശി തൊട്ട് തുടങ്ങണം. അപ്പോൾ തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനമാണ് 6ാമത്തെ രാശിയായിട്ട് വരിക. അപ്പോൾ ചന്ദ്രൻ നവാംശകത്തിൽ മീനം രാശിയിലാണ് എഴുതിയിട്ടുള്ളത്. അടുത്തത് ചൊവ്വ 22 ഡിഗ്രി മീനം രാശിയിൽ. മീനം രാശിയിൽ 22 ഡിഗ്രി ആയതിനാൽ 7ാമത്തെ അംശകമാണ് എന്ന് നമ്മൾക്കറിയാൻ പറ്റും. അതും ഉഭയരാശി ആയതിനാൽ 5ാമത്തെ രാശി തൊട്ട് തുടങ്ങണം. അപ്പോൾ കർക്കിടകത്തിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7 മകരമാണ് 7ാമത്തെ രാശിയായിട്ട് വരിക. അപ്പോൾ നവാംശകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൊവ്വയെ മകരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ബുധനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധനുരാശിയിൽ തന്നെ ബുധൻ നിൽക്കുന്നു. അവിടെ 6ാമത്തെ അംശകമാണ് ബുധൻ. 6ാമത്തെ അംശകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ധനുരാശി ഉഭയരാശി ആയതിനാൽ തീർച്ചയായിട്ടും മേടത്തിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ക്ഷമിക്കണം, ഇവിടെ 7ാമത്തെ അംശകമാണ്. 21 ഡിഗ്രി അല്ലേ, 6 അംശകം കഴിഞ്ഞു, 7ാമത്തെ അംശകമാണ്. അപ്പോൾ മേടം രാശിയിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ 7ാമത്തെ രാശിയായിട്ട് തുലാം രാശി വരും. തുലാം രാശിയിൽ നിങ്ങൾക്ക് അവിടെ ബുധനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇനി വ്യാഴം ഇടവം രാശിയിൽ 2ാമത്തെ അംശകമാണ്. ഇടവം രാശി ഒരു സ്ഥിരരാശിയാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ സ്ഥിരരാശി ആയതിനാൽ 9ാം രാശിയിൽ നിന്ന് തുടങ്ങി 2ാമത്തെ അംശകമായതിനാൽ മകരം, കുംഭം. കുംഭത്തിൽ നിങ്ങൾക്ക് അവിടെ വ്യാഴത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചരസ്ഥിര ഉഭയരാശികളിൽ ഏതിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിലെ നവാംശകങ്ങൾ വരച്ചെടുക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഏത് രാശിയിൽ എത്രാമത്തെ അംശകത്തിലാണ് എന്ന് നോക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതിന് നമ്മൾ 9 അംശകത്തിൻ്റെ ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ചരരാശിയാണോ സ്ഥിരരാശിയാണോ ഉഭയരാശിയാണോ എന്ന് നോക്കണം. അതിനുശേഷം എത്രാമത്തെ അംശകത്തിലാണോ നിൽക്കുന്നത് അത് ചരരാശിയാണെങ്കിൽ ആ രാശിയിൽ നിന്ന് തന്നെ എണ്ണിയിട്ട് കിട്ടുന്ന രാശിയിൽ അതിനെ ചേർക്കുക. സ്ഥിരരാശിയാണെങ്കിൽ അതിൻ്റെ 9ാം രാശിയിൽ നിന്ന് എണ്ണിയിട്ട് കിട്ടുന്ന ആ അംശത്തിൻ്റെ നമ്പർ എണ്ണിയിട്ട് കിട്ടുന്ന രാശിയിലേക്ക് ചേർക്കുക. ഉഭയരാശിയാണെങ്കിൽ അതിൻ്റെ 5ാമത്തെ രാശിയിൽ നിന്ന് എണ്ണിക്കിട്ടുന്ന രാശിയിലേക്ക് ചേർക്കുക. ഇങ്ങനെയാണ് നമ്മൾ നവാംശകം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഗ്രഹനിലയും ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഫുടവും നമ്മൾക്ക് കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യാം? ഈ പറയുന്ന നവാംശകം ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നവാംശത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയാണ് നവാംശം ലഭിച്ചത് എന്ന് മനസ്സിലായി കാണും. ഇതിൽ നിന്ന് റിവേഴ്സായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രഹനിലയും അംശകവും മാത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്ഫുടം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഗ്രഹം ഏത് ഡിഗ്രിക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഈ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് മേടം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. നവാംശ ചക്രം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് മേടം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ സൂര്യൻ, അതേ ഗ്രഹം സൂര്യൻ എന്ന ഗ്രഹം മേടം രാശിയിൽ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നു. അംശകത്തിലും മേടത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മേടം രാശിയുടെ അംശകം മേടത്തിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ അംശകമായിരിക്കും. കാരണം അത് ചരരാശിയാകുമ്പോൾ മേടം രാശി തൊട്ടിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 3 ഡിഗ്രി 20 മിനിറ്റിനുള്ളിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മേടം രാശി നമ്മൾക്ക് സൂര്യൻ നിൽക്കുന്നത് കണ്ടു. പക്ഷേ നവാംശകത്തിൽ അത് ഇടവൻ രാശിയിലായിട്ട് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സൂര്യൻ നിൽക്കുന്നത് മേടം രാശിയുടെ 2ാമത്തെ അംശകത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അതായത് 3 ഡിഗ്രി 20 മിനിറ്റിനും 6 ഡിഗ്രി 40 മിനിറ്റിനും ഇടയിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുപോലെയാണ് മറ്റുള്ള ഗ്രഹങ്ങൾക്കും. ഇനി ഉദാഹരണത്തിന് ചിങ്ങം രാശി എടുക്കാം. ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് കരുതുക. ഗ്രഹനിലയിൽ നവാംശകത്തിൽ അത് ധനുവിലാണ് നിൽക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ചിങ്ങൻ രാശിയുടെ അംശകം എണ്ണാൻ തുടങ്ങുന്നത് അതിൻ്റെ 9ാമത്തെ രാശിയാണ്. കാരണം അത് സ്ഥിരരാശിയാണ്. അപ്പോൾ 9ാമത്തെ രാശിയായിട്ട് മേടത്ത് നിന്ന് എണ്ണി തുടങ്ങിയാൽ 9 വരുന്നത് എവിടെയാണ്? ധനുവിലാണ്. അപ്പോൾ ചിങ്ങൻ രാശിയുടെ 9ാമത്തെ അംശകത്തിലാണ് ആ സൂര്യൻ നിന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം.
അതിൻ്റെ അർത്ഥം 9ാമത്തെ അംശകത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനത്തെ പാദം, അതായത് അവസാനത്തെ 26°40' മുതൽ 30° വരെയുള്ള സ്ഥലത്താണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നത് എന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് 2 രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗ്രഹനിലയും സ്ഫുടം തന്നു കഴിഞ്ഞാൽ നവാംശം എങ്ങനെ കാണാം എന്ന് പഠിച്ചു. ഗ്രഹനിലയും നവാംശവും തന്നു കഴിഞ്ഞാൽ ഏത് ഡിഗ്രി ആയിരിക്കും, ഏകദേശം ഏത് ഡിഗ്രിക്കിടയ്ക്കായിരിക്കും നമ്മൾ ഗ്രഹം നിൽക്കുന്നത് എന്നും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കണം. നവാംശവും ഗ്രഹനിലയും മാത്രം തന്നാൽ അത് രാശിയുടെ ഏകദേശം ഏത് ഭാഗത്തായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നവാംശം എന്ന് പറയുന്നതും അതിലിങ്ങനെയുള്ള ഗണിതക്രിയകൾ കണ്ടെത്തിയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഏവർക്കും നന്ദി, നമസ്കാരം.